ഇന്ത്യ ഇംഗ്ലണ്ട് T20 പരമ്പരയിലെ 4ാം മത്സരം നാളെ പൂനെയിൽ വെച്ചാണ് നടക്കാനായിരിക്കുന്നത്. 3ാം മത്സരത്തിൽ വിജയം നേടിക്കൊണ്ട് നിർണായക തിരിച്ചുവരവാണ് ഇംഗ്ലണ്ട് പരമ്പരയിൽ നടത്തിയിരിക്കുന്നത്. നാളെ 4ാം T20യുടെ പ്ലേയിങ് 11-മായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ നിർണായക അപ്ഡേറ്റുകൾ വന്ന സാഹചര്യത്തിൽ ഇന്നത്തെ വീഡിയോയിലൂടെ 4ാം T20യുടെ സമഗ്രമായൊരു പ്രിവ്യൂ ആണ് നമ്മൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപേ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. 3ാം മത്സരത്തിലെ തോൽവിയുടെ ക്ഷീണത്തിൽ തന്നെയാണ് ടീം ഇന്ത്യ 4ാം മത്സരത്തിനായി എത്തുന്നത്. പരമ്പരയിലെ ആദ്യ 2 മത്സരങ്ങളിലും ടീം ഇന്ത്യക്ക് വിജയം നേടാൻ സാധിച്ചിരുന്നു. മറുഭാഗത്ത് നാളത്തെ മത്സരം വിജയിച്ച് പരമ്പരയിൽ ഒപ്പത്തിനൊപ്പം എത്താനായിരിക്കും ഇംഗ്ലണ്ട് ടീം തയ്യാറാവുക. ഇംഗ്ലീഷ് പേസ് ബോളിംഗിന് മുൻപിൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് മികച്ചൊരു ഫോം കണ്ടെത്താനായി സാധിക്കുന്നില്ല എന്നത് തന്നെയാണ് 3ാം T20യിൽ ടീം ഇന്ത്യയെ തോൽവിയിലേക്ക് നയിച്ചത്. പൂനെയിൽ പരമ്പരാഗതമായി സ്പിന്നിനെ തുടങ്ങുന്ന പിച്ചാണ് ഉള്ളത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. സഞ്ജുവിന്റെയും സൂര്യകുമാർ യാദവിന്റെയും ഫോം ടീം ഇന്ത്യയെ സംബന്ധിച്ച് ആശങ്ക നൽകുന്ന ഒന്നാണ്. ആദ്യ 3 T20 മത്സരങ്ങളിൽ നിന്നായി 34 റൺസ് മാത്രമാണ് സഞ്ജു നേടിയത്. 3 മത്സരങ്ങളിലും 5 ഓവറിനപ്പുറം സഞ്ജു ബാറ്റ് ചെയ്തിട്ടില്ല. കൊൽക്കത്തയിൽ നടന്ന ആദ്യ T20യിൽ 26 റൺസ് നേടിയ സഞ്ജു ചെന്നൈയിൽ 2ാം T20യിൽ 5 റൺസിന് പുറത്താവുകയായിരുന്നു. 3ാം T20യിൽ 3 റൺസ് മാത്രമായിരുന്നു സഞ്ജുവിന് നേടാൻ സാധിച്ചത്. അതിവേഗ പേസ് ബോളിംഗിന് മുന്നിലാണ് സഞ്ജു സാംസൺ കീഴടങ്ങുന്നത്. 3 മത്സരങ്ങളിലും ജോഫ്ര ആർച്ചർക്ക് മുന്നിലാണ് സഞ്ജു വിക്കറ്റ് നൽകിയത്. ആർച്ചറും മാർക്ക് വുഡും ഒരുക്കുന്ന അപകടം ഒഴിവാക്കാനായി സഞ്ജുവിനെ മധ്യനിരയിലേക്ക് മാറ്റുമോ എന്നുള്ള സംശയവും നിലവിലുണ്ട്. പകരം ധ്രുവ് ജുറലിനെ ചിലപ്പോൾ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് ടീം ഇന്ത്യ പരിഗണിച്ചേക്കാം. എന്നാൽ ഇതിനുള്ള സാധ്യതകൾ വളരെ അപൂർവമായി തന്നെയാണ് കാണുന്നത്. 4ാം മത്സരത്തിലും സഞ്ജുവിനെയും അഭിഷേക് ശർമ്മയെയും തന്നെ ഓപ്പണിംഗിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. 3ാം നമ്പറിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവോ തിലക് വർമ്മയോ കളിക്കും. ആദ്യ 3 മത്സരങ്ങളിലും കളിച്ച ഹർദിക് പാണ്ഡ്യയ്ക്ക് 4ാം മത്സരത്തിൽ വിശ്രമം നൽകിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് ടീം ഇന്ത്യ പോയാൽ പകരക്കാരനായി ശിവം ദുബെയ്ക്ക് ബാറ്റിംഗിലേക്ക് സ്ഥാനം ലഭിക്കും. 2ഉം 3ഉം മത്സരങ്ങളിൽ പരിക്ക് മൂലം കളിക്കാതിരുന്ന റിങ്കു സിംഗ് മധ്യനിരയിൽ ഫിനിഷറായി തിരിച്ചെത്തും. റിങ്കു സിംഗ് ടീമിലേക്ക് മടങ്ങിയെത്തുന്നതോടുകൂടി ധ്രുവ് ജുറലിനായിരിക്കും ടീമിലെ സ്ഥാനം നഷ്ടമാവുക. സ്പിൻ ഓൾറൗണ്ടറായി അക്സർ പട്ടേൽ കളിക്കുമ്പോൾ വാഷിംഗ്ടൺ സുന്ദർ പ്ലേയിങ് 11-ൽ തുടരും. മുഹമ്മദ് ഷമി വീണ്ടും ടീം ഇന്ത്യയിൽ തുടരുമ്പോൾ 3 മത്സരങ്ങളും നിരാശപ്പെടുത്തിയ രവി ബിഷ്ണോയെ പുറത്തിരിക്കാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. ബിഷ്ണോയ്ക്ക് പകരം ഹർഷ്ദീപ് സിംഗിനെ പ്ലേയിങ് 11-ലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കമായിരിക്കും ടീം ഇന്ത്യ നടത്തുക. 3ാം സ്പിന്നറായി വരുൺ ചക്രവർത്തി തുടരുമ്പോൾ ടീം ഇന്ത്യയുടെ 4ാം T20ക്കുള്ള പ്ലേയിങ് 11-നെ പരിഗണിക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ, തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, ശിവം ദുബെ അല്ലെങ്കിൽ ഹർദിക് പാണ്ഡ്യ, റിങ്കു സിംഗ്, അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, ഹർഷ്ദീപ് സിംഗ് അല്ലെങ്കിൽ രവി ബിഷ്ണോയി, മുഹമ്മദ് ഷമി, വരുൺ ചക്രവർത്തി എന്നിവരായിരിക്കും ടീമിലുണ്ടാവുക. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.